Fine crafted traditional collections. Siren 3 by Chungat Jewelry. വിദേശ നിർമ്മിത കണ്ണടകൾ 250 രൂപ മുതൽ 1 വർഷത്തെ വാറന്റിയോടെ. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി. ഇടശ്ശേരി ജ്വല്ലറി, കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി, കാലടി. കാഞ്ഞൂർ പുതിയടം ക്ഷേത്രത്തിൽ തിരുവുത്സവത്തിനും താലപ്പൊലിക്കും തുടക്കമായി. ഏപ്രിൽ 3 വലിയ വിളക്കും ഏപ്രിൽ 5 താലപ്പൊലി മഹോത്സവവും കൊണ്ടാടും. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ളതാണ് ചരിത്ര പ്രസിദ്ധമായ പുതിയടം ക്ഷേത്രം. 2 ശ്രീകോവിലുകളിലായി പാർത്ഥസാരഥി രൂപത്തിൽ ശ്രീകൃഷ്ണനും ഭഗവതിയും ക്ഷേത്രത്തിൽ നിലകൊള്ളുന്നു. പണ്ടുകാലത്ത് ഇവിടെ ഭഗവതി പ്രതിഷ്ഠ മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ശക്തൻ തമ്പുരാനാണ് ക്ഷേത്രത്തിൽ പാർത്ഥസാരഥി പ്രതിഷ്ഠയും നടത്തിയത്. ഇതിനു പിന്നിൽ ചരിത്രപരമായ നിരവധി സംഭവങ്ങൾ ഉണ്ടായിരുന്നതായി ക്ഷേത്രം ഉപദേശക സമിതി സെക്രട്ടറി VD രാധാകൃഷ്ണൻ പറയുന്നു. ചരിത്രപ്രസിദ്ധമായ പുതിയടം ക്ഷേത്രത്തിലെ 2024 തിരുവുത്സവവും താലപ്പൊലിയും മാർച്ച് 28 കൊടിയേറി ഏപ്രിൽ 4 ആറാട്ടും ഏപ്രിൽ 5 താലപ്പൊലി മഹോത്സവമായിട്ട് ആഘോഷിക്കുകയാണ്. പുതിയടം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലെ പ്രസിദ്ധമായ മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ്. പുതിയടം ക്ഷേത്രത്തിന് ചില പ്രത്യേകതകളുമുണ്ട്. 2 ശ്രീകോവിലുകളും 2 തന്ത്രിമാരും 2 മേൽശാന്തിമാരുമുള്ള ഒരു ക്ഷേത്രമാണ് പുതിയടം ക്ഷേത്രം. പാർത്ഥസാരഥി ഭഗവാനും ഭഗവതിയുമാണ് 2 പ്രതിഷ്ഠകൾ. പണ്ടുകാലത്ത് ഇത് ഭഗവതി ക്ഷേത്രമായിരുന്നു. ശക്തൻ തമ്പുരാൻ്റെ കാലത്താണ് പാർത്ഥസാരഥി ക്ഷേത്രം നിർമ്മിച്ചത്. ശക്തൻ തമ്പുരാനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ച് ഇവിടെ പ്രതിഷ്ഠ നടത്തിയത്. അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ, പണ്ട് വെള്ളാരപ്പള്ളി രാജ്യത്ത് കർത്താക്കന്മാർ എന്ന ഒരു വിഭാഗമായിരുന്നു ഇവിടെ ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. ഇവർ ഈ പാവപ്പെട്ട സാധുജനങ്ങളെയെല്ലാം വളരെ ദ്രോഹിക്കുകയും അവരെ അടിമകളാക്കി കണക്കാക്കി അവരെ ഉപദ്രവിച്ചും അവരെ ചൂഷണം ചെയ്തുമൊക്കെയാണ് ജീവിച്ചു വന്നത്. ഇവരുടെ ശല്യം സഹിക്ക വയ്യാതെ വന്നപ്പോൾ ഈ ജനങ്ങളെല്ലാം കൂടി ശക്തൻ തമ്പുരാനെ ചെന്ന് കണ്ടു. ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് തെക്കേ കോവിലകം എന്ന് പറയുന്ന ശക്തൻ തമ്പുരാൻ നിർമ്മിച്ച ഒരു കോവിലകമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ വേനൽക്കാല വസതിയായിരുന്നു. വേനൽക്കാലത്ത് പെരിയാറിൽ കുളിച്ച് താമസിക്കുന്നതിന് വേണ്ടി അദ്ദേഹം എത്തിച്ചേരുന്ന വേനൽക്കാല വസതി. ഒരു വേനൽക്കാലത്ത് ഇതുപോലെ അദ്ദേഹം വന്നപ്പോൾ ഈ ജനങ്ങളെല്ലാം കൂടി അദ്ദേഹത്തെ സന്ദർശിച്ച് ഈ കർത്താക്കന്മാരുടെ ശല്യത്തെക്കുറിച്ച് അദ്ദേഹത്തെ ബോധിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, പേടിക്കേണ്ട, നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ, ഇതിന് പരിഹാരം കണ്ടെത്താമെന്ന് പറഞ്ഞു. അതിനെ തുടർന്നാണ് അദ്ദേഹം ഇവിടെ പാർത്ഥസാരഥി ഭഗവാന്റെ ഒരു ക്ഷേത്രം നിർമ്മിച്ച് അദ്ദേഹത്തെ ഇവിടെ പ്രതിഷ്ഠിച്ചത്. പാർത്ഥസാരഥി എന്ന് പറഞ്ഞാൽ ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനൻ്റെ തേരാളിയായിരുന്ന ശ്രീകൃഷ്ണൻ. ആ ശ്രീകൃഷ്ണൻ്റെ കയ്യിൽ ഇടത് കൈയിൽ കടിഞ്ഞാണും കുതിരകളുടെ കടിഞ്ഞാണും വലത് കൈയിൽ ചാട്ടവാറുമാണ്. എന്നാൽ ഇവിടുത്തെ പ്രതിഷ്ഠയിൽ ഇടത് കൈയിൽ കടിഞ്ഞാണുകളും വലത് കൈയിൽ വെണ്ണയുമാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ സംഹാരം, പാർത്ഥസാരഥിയുടെ സംഹാരത്തിൻ്റെ രൂക്ഷത കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഈ കയ്യിൽ വെണ്ണ കൊടുത്തത് എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും പാർത്ഥസാരഥിയുടെ ആ പ്രതിഷ്ഠയോടെ കർത്താക്കന്മാരുടെ ആ ശല്യം കുറഞ്ഞു എന്ന് പറയപ്പെടുന്നു. അങ്ങനെയുള്ള ആ പാർത്ഥസാരഥി ഭഗവാന്റെ തിരുവുത്സവമാണ് ആദ്യത്തെ 8 ദിവസം. 9ാം ദിവസമാണ് ഭഗവതിയുടെ താലപ്പൊലി. താലപ്പൊലി എന്ന് പറയുന്നത് ഈ ദേശത്തിൻ്റെ ഒരു ഉത്സവമാണ്. രാവിലെ 4 മണിക്ക് പള്ളി ഉണർത്തലോടുകൂടി ആരംഭിക്കുന്ന ചടങ്ങുകൾ പിറ്റേ ദിവസം രാവിലെ 7 മണിക്ക് അവസാനിക്കുകയുള്ളൂ. രാവിലെ 8:30 ചേരാനല്ലൂർ ഉണ്ണികൃഷ്ണൻ മാരാർ നേതൃത്വം നൽകുന്ന പഞ്ചാരി മേളത്തിൻ്റെ അകമ്പടിയോടുകൂടി 5 ഗജവീരന്മാർ അണിനിരക്കുന്ന കാഴ്ചശീവേലി. ഉച്ചകഴിഞ്ഞ് 4 മണിക്ക് പടിഞ്ഞാറെ അലങ്കാര ഗോപുര നടയിൽ നിന്നും ചേരാനല്ലൂർ ശങ്കരൻകുട്ടി മാരാരുടെ നേതൃത്വത്തിലുള്ള പാണ്ഡിമേളത്തിൻ്റെ അകമ്പടിയോടുകൂടി 100 കണക്കിന് വാദ്യകലാകാരന്മാർ അണിനിരക്കുന്ന പാണ്ഡിമേളത്തോടുകൂടി 5 ഗജവീരന്മാർ ആനയിക്കുന്ന പകൽപൂരം. രാത്രി 10 മണിക്ക് മേജർ സെറ്റ് പഞ്ചവാദ്യത്തിൻ്റെ ആ അകമ്പടിയോടുകൂടി ചോറ്റാനിക്കര വിജയന്മാരാർ
നേതൃത്വം നൽകുന്ന പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയോടുകൂടി താലപ്പൊലി എഴുന്നള്ളിപ്പ്, താലം എന്തിയ വനിതകൾ ഭഗവാനെ ആനയിച്ചുകൊണ്ട് അപ്പോഴും 5 ഗജവീരന്മാർ തന്നെ അണിനിരക്കുന്നു. ചൈത്രമച്ചുവാണ് ഭഗവതിയുടെ തിടമ്പേറ്റുന്നത്. അങ്ങനെയുള്ള ആ 5 ഗജവീരന്മാരും താരങ്ങളും മേജർ സെറ്റ് പഞ്ചവാദ്യവുമായിട്ട് ഗുരുതിക്കളത്തിലേക്ക് പോവുകയും അവിടെ ഗുരുതി നടക്കുകയും ചെയ്യുന്നു. അതിനു മുമ്പായി പാട്ടുപുരയിൽ കളമെഴുത്തും പാട്ടും നടക്കുന്നു. ഗുരുതി അവസാനിക്കുന്നതോടുകൂടി മുടിയേറ്റ് ആരംഭിക്കുന്നു. വാരനാട്ട് ശങ്കരനാരായണൻ നായരുടെ നേതൃത്വത്തിലുള്ള കൊരട്ടി മുടിയേറ്റ് സംഘമാണ് മുടിയേറ്റ് അവതരിപ്പിക്കുന്നത്. മുടിയേറ്റ് അവസാനിക്കുമ്പോൾ രാവിലെ നേരം വെളുത്ത് 7 മണിയാവും. അപ്പോൾ ഏതാണ്ട് ഒരു 27 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന തുടർച്ചയായിട്ടുള്ള പരിപാടികളാണ് താലപ്പൊലി മഹോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്നത്. പ്രത്യേക ക്ഷേത്ര ചടങ്ങുകളോടൊപ്പം കലാപരിപാടികൾ, വാദ്യമേളങ്ങൾ, വലിയ വിളക്ക്, താലപ്പൊലി, മുടിയേറ്റ് തുടങ്ങിയവയോടെ പുതിയേടത്തിന്റെ ഉത്സവമായാണ് പുതിയേടത്തപ്പന്റെയും പുതിയേടത്തമ്മയുടെയും ഉത്സവ പരിപാടികൾ കൊണ്ടാടി വരുന്നത്. ഈ വർഷത്തെ തിരുവുത്സവവും താലപ്പൊലിയും പൂർവാധികം ഭംഗിയായി തന്നെ നടത്തുമെന്ന് ഉപദേശക സമിതി സെക്രട്ടറി പറഞ്ഞു. ആദ്യത്തെ 8 ദിവസം പാർത്ഥസാരഥിയുടെ തിരുവുത്സവവും 9ാം നാൾ ഭഗവതിക്ക് താലപ്പൊലി മഹോത്സവവുമാണ് നടക്കുന്നത്. ക്ഷേത്രം തന്ത്രി മഠസി വാസുദേവൻ നമ്പൂതിരിയാണ് ഭഗവാന്റെ തിരുവുത്സവത്തിന് കൊടികയറ്റിയത്. ഏപ്രിൽ 3 ബുധനാഴ്ചയാണ് വലിയ വിളക്ക്. ഏപ്രിൽ 5 വെള്ളിയാഴ്ച താലപ്പൊലി മഹോത്സവവും നടക്കും. ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് വിജയകുമാർ വർമ്മ, സെക്രട്ടറി VD രാധാകൃഷ്ണൻ, ട്രഷറർ രാജേശ്വരി മോഹൻദാസ്, കൊച്ചിൻ ദേവസ്വം ബോർഡ് ഓഫീസർമാർ, ഉപദേശക സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ ഉത്സവ പരിപാടികൾക്ക് നേതൃത്വം നൽകും. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.